ഹായ് ഫ്രണ്ട്സ്, VK എക്സാം ഗൈഡിന്റെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മൾ 50 ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ പഠിക്കുന്നു. 15 ചോദ്യങ്ങൾ സയൻസ് ഭാഗത്തു നിന്നും 35 ചോദ്യങ്ങൾ GK ഭാഗത്തു നിന്നുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി? ഓപ്ഷൻ സി ഷിയോനാഥ് ആണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ചോദ്യം 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വത്തിനുള്ള അവകാശം. മൂന്നാമത്തെ ചോദ്യം, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ മാനന്തവാടി. അപ്പൊ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരുമാണ്. ചോദ്യം 4. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ 1929. 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. അഞ്ചാമത്തെ ചോദ്യം, 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അയർലൻഡ്. അപ്പോൾ 1859 ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. സ്ഥാപകര് ജെയിംസ് ഡാറയും അതുപോലെ ഹെൻറി സ്മെയിലും കൂടിയായിരുന്നു. ആറാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലാണ്. ഏഴാമത്തെ ചോദ്യം, ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലൈഫ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 324. അപ്പോൾ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം 9. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൂത്തുക്കുടി. 10ാമത്തെ ചോദ്യം, ലോക ജലദിനം? ഓപ്ഷൻ സി മാർച്ച് 22. അപ്പൊ ലോക ജലദിനം മാർച്ച് 22. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആര്? ഓപ്ഷൻ ബി പി ശ്രീരാമകൃഷ്ണനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ. ചോദ്യം 12. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത്?
ഉത്തരം ഓപ്ഷൻ ഡി. സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം. സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ചോദ്യം 13. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചണ്ഡീഗഡ്. അപ്പൊ ചണ്ഡീഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ചോദ്യം 14. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അസം. അപ്പൊ അസമിലെ നൃത്തരൂപമാണ് ബിഹു. ചോദ്യം 15. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി, താപ്തി. ചോദ്യം 16. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൻവർ സിംഗ്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് കൻവർ സിംഗ്. ചോദ്യം 16. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ, 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയത്. ചോദ്യം 18. കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിവേദിത പി ഹരൻ. അപ്പൊ കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത പി ഹരൻ. ചോദ്യം 19. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത്. അതുപോലെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ചോദ്യം 20. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പണ്ഡിത രമാബായി. അപ്പോൾ വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. ഇനിയുള്ള 15 ചോദ്യങ്ങൾ സയൻസ് വിഭാഗത്തു നിന്നുള്ളവയാണ്. ഇപ്പൊ ചോദ്യം 21. പ്രവൃത്തിയുടെ യൂണിറ്റ്? ഉത്തരം ഓപ്ഷൻ ബി, ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഇതിൽ കലോറി എന്ന് പറയുന്നത് ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. ആംബിയർ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ടിന്റെ യൂണിറ്റ് ആണ്. വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ്. ചോദ്യം 22. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അസറ്റിക് ആസിഡ്. 23. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബുധൻ. ചോദ്യം 24. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗതികോർജം. അപ്പോൾ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണെന്ന് ചോദിച്ചാൽ ഗതികോർജമാണ്. എന്നാൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ചോദിച്ചാൽ അത് സ്ഥിതികോർജമാണ്. സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ചോദിച്ചാൽ സ്ഥിതികോർജം.
ചോദ്യം 25. താപത്തിന്റെ യൂണിറ്റ് എന്ത്? ഉത്തരം ഓപ്ഷൻ സി, ജൂൾ ആണ് താപത്തിന്റെ യൂണിറ്റ്. ഇവിടെ കെൽവിൻ എന്ന് പറയുന്നത് താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ സാധാരണ അളക്കുന്ന യൂണിറ്റ് ആണ്. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. ചോദ്യം 26. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡെസിബെൽ മീറ്റർ. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഡെസിബെൽ മീറ്റർ. ചോദ്യം 27. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തര ഓപ്ഷൻ സി, പീച്ചി. അപ്പോൾ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 28. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ കാരണമാണ് ടൈഫോയിഡ് ഉണ്ടാവുന്നത്. ബാക്ടീരിയയുടെ പേര് സാൽമോണല്ല ടൈഫി എന്നാണ്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണം. ചോദ്യം 29. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? ഉത്തര ഓപ്ഷൻ എ ആണ്, 1961. 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. ചോദ്യം 30. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഉത്തര ഓപ്ഷൻ സി, വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ചോദ്യം 31. ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 32. നമുക്കറിയാം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, L ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്, M ഷെല്ലിൽ 18 ഇലക്ട്രോൺ ആണ്, N ഷെല്ലിൽ 32 ഇലക്ട്രോൺ ആണ്. 32ാമത്തെ ചോദ്യം. മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം? ഓപ്ഷൻ ഡി, 80. ഇപ്പൊ മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തില് അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ അത് 80 ആണ്. ചോദ്യം 33. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കണ, റിക്കറ്റ്സ്. ചോദ്യം 34. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആസ്ട്രോസാറ്റ്. ചോദ്യം 34. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം? ഓപ്ഷൻ ബി, സയൻ ആണ്. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം. അതായത് നീല പ്ലസ് പച്ച എന്ന് പറഞ്ഞാൽ സയൻ ആണ്. ചോദ്യം 36. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്?
ഉത്തരം ഓപ്ഷൻ എ ആണ് വിവരാവകാശ നിയമം. ചോദ്യം 37. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ 5, 1957. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. ചോദ്യം 38. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ചോദ്യം 39. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ? ഉത്തരം ഓപ്ഷൻ ബി ജയന്തി പട്നായിക് ആയിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ചോദ്യം 40. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മഹലാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത്. 41. ചോദ്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 35 വയസ്സ്. ചോദ്യം 42. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ് 1947. ചോദ്യം 43. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് തെന്മല. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ തെന്മലയാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ചോദ്യം 44. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൈകുണ്ഠ സ്വാമികൾ. ചോദ്യം 45. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ എ ആണ് ആനമുടി. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന കാര്യം ഓർക്കുക. ചോദ്യം 46. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ വിജയ്. 47. ചോദ്യം. ഏതു നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? സർദാർ സരോവർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് നർമ്മദ. അപ്പോ സർദാർ സരോവർ എന്ന ജലസേചന പദ്ധതി നർമ്മദ നദിയിലാണ്. 48. ചോദ്യം. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്.
49ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗീസ്. ചോദ്യം 50, പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ? ഉത്തരം ഓപ്ഷൻ സി, ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. GK-യും സയൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 50 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു മോക്ക് ടെസ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.